മക്കൾക്കോ ഒരു നന്മയ്ക്കും മുടക്കം വരുത്തുന്ന ദൈവമല്ല. സ്വർഗത്തിലെ ദൈവം എല്ലാവരെയും ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ ഒരു ഗാനം ആലോപിക്കുന്നതായിരിക്കും. ഒക്ലഹോമയിൽ നിന്നും ബിൻസി ജയിൽ ഇപ്പോൾ ഒരു ഗാനം ആലോപിക്കും. പാട്ടിലായ കർത്താവിന്റെ ദാസിയെ ക്ഷണിക്കും. നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. പ്രൈസ് ഗോഡ്. ഈ ഗാനം എൻ്റെ സഹോദരി കസിൻ സിസ്റ്റർ ജിജി സജി എന്ന് പറയുന്ന സഹോദരിക്ക്, പ്രിയ സഹോദരി അനേകം കഷ്ടതകളും രോഗത്തിന്റെ നടുവിൽ കൂടി കടന്നു പോയപ്പോൾ ദൈവം ആശ്വാസമായി നൽകിയ ഒരു ഗാനമാണ്. ഈ ഗാനം കേൾക്കുന്ന എല്ലാവർക്കും ഇതൊരു ആശ്വാസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വേദനകൾ ഒന്നുമേ ഭാരം വേണ്ടി നീയും യേശുവൻ സ്വന്തം സ്വന്തമേ. ഒന്നുമേ ഭാരം വേണ്ടി നീയും യേശുവൻ സ്വന്തം സ്വന്തമേ. തുണയായി യേശുവേ നീയുണ്ടെങ്കിൽ എന്തിനീ ഭാരങ്ങൾ, എന്തലവും എന്നാശ്രയവും സങ്കേത പാറയും നീയല്ലയോ. എന്തലവും എന്നാശ്രയവും സങ്കേത പാറയും നീയല്ലയോ. നീ മാത്രമാണ് ആശ്വാസകൻ യേശുവൻ സ്വന്തം സ്വന്തമേ. തുണയായി യേശുവേ നീയുണ്ടെങ്കിൽ എന്തിനീ ഭാരങ്ങൾ, എന്നുമെൻ കൂടെ നീയുണ്ടെങ്കിൽ എന്തിനീ വേദനകൾ. ഒന്നുമേ ഭാരം വേണ്ടി നീയും യേശുവൻ സ്വന്തം സ്വന്തമേ. ഒന്നുമേ ഭാരം വേണ്ടി നീയും യേശുവൻ സ്വന്തം സ്വന്തമേ. തുണയായി യേശുവേ നീയുണ്ടെങ്കിൽ എന്തിനീ ഭാരങ്ങൾ. എന്റെ ജീവൻ നിന്റെ ദാനം എന്നെ ഞാൻ പൂർണ്ണമായി നൽകിയിടുന്നു. എന്റെ ജീവൻ നിന്റെ ദാനം എന്നെ ഞാൻ പൂർണ്ണമായി നൽകിയിടുന്നു. നീ മാത്രമാണ് സഹായകൻ യേശുവൻ സ്വന്തം സ്വന്തമേ. തുണയായി യേശുവേ നീയുണ്ടെങ്കിൽ എന്തിനീ ഭാരങ്ങൾ, എന്നുമെൻ കൂടെ നീയുണ്ടെങ്കിൽ എന്തിനീ വേദനകൾ. ഒന്നുമേ ഭാരം വേണ്ടി നീയും യേശുവൻ സ്വന്തം സ്വന്തമേ. ഒന്നുമേ ഭാരം വേണ്ടി നീയും യേശുവൻ സ്വന്തം സ്വന്തമേ. തുണയായി യേശുവേ നീയുണ്ടെങ്കിൽ എന്തിനീ ഭാരങ്ങൾ, എന്നുമെൻ കൂടെ നീയുണ്ടെങ്കിൽ എന്തിനീ വേദനകൾ. ഒന്നുമേ ഭാരം വേണ്ടി നീയും യേശുവൻ സ്വന്തം സ്വന്തമേ. ഒന്നുമേ ഭാരം വേണ്ടി നീയും യേശുവൻ സ്വന്തം സ്വന്തം
താങ്ക് യു. ഗോഡ് ബ്ലസ് യു. കർത്താവ് ഈശ്വരമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആ പാട്ടിന്റെ ഓരോ വരികളും നാം ശ്രദ്ധിച്ചല്ലോ. ഹല്ലേലൂയ. നമ്മുടെ മഹാരാജാവായിരിക്കുന്ന യേശു ക്രിസ്തു സ്വന്തത്തിലേക്ക് വന്നു. സ്വന്തമായവരും അവരെ കർത്താവിനെ കൈക്കൊണ്ടില്ല. കർത്താവിനെ കൈക്കൊണ്ട് അവരുടെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും മക്കളാകുവാനുള്ള പദവി, അധികാരം തന്നു. നമ്മളെ മക്കളും അവകാശികളുമാക്കി തീർത്തു. ഹല്ലേലൂയ. യേശു എന്റെ സ്വന്തം. നമ്മുടെ സങ്കേതം, നമ്മുടെ കോട്ടയം, നമ്മുടെ ഗോപുരം, നമ്മുടെ ആശ്രയം, നമ്മുടെ പരിചയം, നമ്മുടെ രക്ഷയും, നമ്മുടെ കൊമ്പും, നമ്മുടെ ശൈലവും, നമ്മുടെ കർത്താവ് മാത്രമാവുന്ന അനുഗ്രഹിക്കപ്പെട്ട പാട്ടിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന പാട്ടോടെ കർത്താവിന്റെ നാമത്തെ സ്തുതിപ്പാൻ യഹോവയ്ക്ക് ഒരു പുതിയ പാട്ടിന് രാത്രി പാടുവാൻ കർത്താവ് ദാസിയെ സഹായിച്ചുവല്ലോ. ഈ പ്രയർ ലൈനിൽ കൂടെ പാട്ട് പാടുന്ന മക്കളെ എല്ലാം കർത്താവ് ധന്യമായി അനുഗ്രഹിക്കുകയും പിന്നെ അനുഗ്രഹിക്കപ്പെട്ട പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള പാട്ടുകൾ പാടുവാൻ കൃപയധികമായ ദൈവം പകരട്ടെ. തുടർമാനം ദൈവജനം കേൾപ്പാൻ നാം പോകുകയാവുന്നു. ദൈവജനം സൂക്ഷിക്കുന്ന ഭക്തനെ വലിയ തനിയെ വിടരുത്. എല്ലാവരും പ്രാർത്ഥിക്കണം. പ്രാർത്ഥന എത്രമാത്രം ഇതിന്റെ പിൻപിലുണ്ടോ അത്രമാത്രം വചനത്തിൽ കൂടെ ദൂത് ഹല്ലേലൂയ നമുക്ക് കേൾക്കുവാനും ബലപ്പെടുവാനും അനുഗ്രഹം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാവുന്നു. അനുഗ്രഹ സമൃദ്ധി ദൈവം നമ്മിൽ പകർന്നുകൊണ്ടിരിക്കുകയാവുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉത്സാഹിപ്പിക്കുന്ന ഒരാകെ ശബ്ദം ചുരുക്കമായി പ്രാർത്ഥിക്കാം. വചനത്തിന്റെ വാതിൽ ഭക്തന് തുറന്നു കൊടുക്കുവാൻ പ്രാർത്ഥിക്കാം. സ്തുതിക്കുന്ന കർത്താവേ, ഈ സന്ധ്യാസമയത്ത് കർത്താവേ ആവശ്യങ്ങൾ കർത്താവേ ഇവിടുത്തെ പാസ്പോർട്ടത്തിൽ കടന്നു വരുവാനും ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിപ്പാൻ മനസ്സവാസത്തിനായി സ്തോത്രം. ഈ പ്രളയനായിരിക്കും എല്ലാ ദൈവമക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ ഹല്ലേലൂയ. അവിടുത്തെ പാതപിടുത്തിൽ അംഗീകരിക്കുന്ന എല്ലാ ദൈവത്തെയും കർത്താവിന്റെ വരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഏതെല്ലാം വിഷയത്തിൽ അവിടുത്തെ പ്രിയപ്പെട്ടവർ കർത്താവെ ഏത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വിഷയത്തിന്റെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ പാടുന്നവരോട് കൃപ പ്രാർത്ഥിക്കുന്ന കർത്താവേ, വിഷയത്തിന്മേൽ പ്രിയപ്പെട്ടവരോട് കർമ്മേന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സന്ധ്യാസമയങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവേ, അനുഗ്രഹത്തിന് തടസ്സമാദ്യം കണ്ട് ജീവിതത്തിലെല്ലാം കുറവോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിടുത്തെ ശക്തിയുള്ള ഉപജനമായ ജനങ്ങളെ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എല്ലാ പാട്ടൊക്കെ സഹായിച്ചല്ലോ. അവിടുത്തെ ദാസന് ജീവനത്തോളം സഹായിച്ചല്ലോ കർത്താവേ. തുടർമാനം കർത്താവിന്റെ ദൈവമേ ഘോഷിക്കുന്ന കർത്താവിന്റെ കരങ്ങളെ പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ കർത്താവിനെ സഹായിക്കണമേ പ്രാർത്ഥിക്കുന്നു. ആത്മാവിനെ ബലപ്പെടുത്തണമേ പ്രാർത്ഥിക്കുന്ന കർത്താവേ, യുവജനോടെ കർത്താവെ പ്രാർത്ഥിക്കുന്നു. ഏകാഗ്രതയോടെ കർത്താവിനെ തെളിയിപ്പാൻ കർത്താവെ വചനൊക്കെ നന്നാട്ട് കർത്താവെ അടികളെ സമൂഹമായി താഴ്ത്തി സമർപ്പിക്കുന്നു. അവിടുത്തെ ഭക്തനെ കർത്താവിന്റെ വരങ്ങളിലേക്ക് പ്രാർത്ഥിക്കുന്നു. അല്പസമയം കർത്താവിനിരിക്കട്ടെ കർത്താവെ സ്തോത്രം. കൃപയോടെ കേൾക്കാവേ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. കർത്താവ് ഈശ്വരമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനം ദൈവമാകുന്നു. അവിടുത്തെ നിത്യജീവന്റെ മൊഴികൾ ഹല്ലേലൂയ ഇമ്പമേറിയ ശബ്ദം നാം കേൾപ്പാൻ പോകുകയാവുന്നു. യഹോവയെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നുള്ള പ്രാർത്ഥന നമുക്ക് താഴ്ത്തി ഏൽപ്പിച്ച് ഹല്ലേലൂയ ഒരുക്കപ്പെട്ട നിലം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിന് ആനന്ദവും മനസ്സിന് സന്തോഷവും നൽകുന്നു, രോഗസൗഖ്യം നൽകുന്നു. നമ്മുടെ അസ്ഥികളിൽ കൂടെ ദൈവത്തിന്റെ അത്യന്ത ശക്തി ആവരിപ്പിക്കുന്ന ദൈവം നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. തിരുവചന സൂക്ഷിക്കായി ഒക്കരവുമായി ദൈവഭക്തനെ ക്ഷണിക്കുന്നു. പാസ്റ്റർ സാം വർഗീസ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. അനുഗ്രഹീതമായ നല്ല രാത്രിയുടെ നിശബ്ദതയ്ക്കായി നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രേയർ ലൈനിലായിരിക്കുന്ന എല്ലാ കർത്താവിന്റെ ദാസന്മാർക്കും എല്ലാ പ്രിയമുള്ള സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൽ എളിയവരുടെ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു രാത്രി കൂടെ നമുക്ക് ഒരുമിച്ച് ദൈവവചനവുമായി കർത്താവിന്റെ പൊന്നുപാദപീഠങ്ങളായിരിക്കാൻ സർവകൃപാലുവായ ദൈവം നമുക്ക് തന്ന എല്ലാ കൃപകൾക്കായും നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്ന അതാത് സമയങ്ങളിൽ ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ നമുക്ക് ഇങ്ങനെ അനുഗ്രഹീതമായ ഒരു പ്രയർ ലൈൻ തന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന
പ്രിയപ്പെട്ട സാജിനെയും കുടുംബത്തെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ഈ രാത്രി ഈ ശുശ്രൂഷ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ വിലയേറിയ ദാസനെ കുടുംബമായി ഓർക്കുന്നു. കർത്താവ് അവരെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. മനോഹരമായ ഗാനം ആലപിച്ച സഹോദരിയുടെ മേൽ ദൈവം തന്റെ കൃപകൾ പകരട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് യൂദായുടെ ലേഖനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. ഇനിയുള്ള വാക്യങ്ങൾ നാം പഠിക്കുവാൻ പോകുന്നത് വളരെ ദ്രുതഗതിയിൽ വേഗത്തിൽ നീങ്ങുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഇതുവരെ നാം കണ്ടത് യൂദായുടെ ലേഖനത്തെക്കുറിച്ചുള്ള ഒരു ആമുഖമായിരുന്നു. താൻ എഴുത്തുകാരൻ ആരാണ്, ആർക്കു വേണ്ടി എഴുതി, എഴുതിയതിന്റെ സാഹചര്യം എന്തായിരുന്നു, അതിന്റെ പശ്ചാത്തലം എന്തായിരുന്നു എന്നൊക്കെയാണ് ഇതുവരെയുള്ള ദിവസങ്ങളിൽ നാം കണ്ടത്. എന്നാൽ ഇന്നു മുതൽ അതിന്റെ പ്രധാനപ്പെട്ട കേന്ദ്ര വിഷയങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുവാൻ പോകുകയാണ്. 5-ാമത്തെ വാക്യം മുതൽ 16-ാമത്തെ വാക്യം വരെയുള്ള വേദഭാഗങ്ങൾ 4-ാം വാക്യം ഇങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്. 4-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: അവരുടെ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. ആ വാക്യത്തോട് നാം ചോദിക്കുവാൻ പോകുക, ആരുടെ ശിക്ഷാവിധി? അപ്പോൾ 3 വിധത്തിലുള്ള ഉത്തരമാണ് നമുക്ക് ലഭിക്കുന്നത്. യൂദായുടെ ലേഖനം പോലെ തന്നെ നിൽക്കുന്ന ഒരു ലേഖനമാണല്ലോ 2 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം. 2-ാം അധ്യായത്തിൽ പത്രോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിൽ പത്രോസ് അപ്പോസ്തലൻ 2 കൂട്ടരെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഒന്ന് കള്ളപ്രവാചകന്മാർ, മറ്റൊന്ന് ദുരുപദേഷ്ടാക്കന്മാർ. ഇവിടെ യൂദ 3-ാമത്തെ വ്യക്തിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അത് 4-ാം വാക്യത്തിൽ കഴിഞ്ഞ ആഴ്ച നാം കണ്ടതാണ്. പാപത്തിന് എല്ലാവിധ ലൈസൻസും അനുവദിച്ചിട്ട് അതിനെ കൃപ എന്ന് പറയുന്ന ഒരു തരം തട്ടിപ്പുകാരുടെ ഒരു നുഴഞ്ഞുകയറ്റം ദൈവസഭയുടെ അകത്തുണ്ടായി. ഇവരെ കുറിച്ചുള്ള ശിക്ഷാവിധി പണ്ടു മുതലേ എഴുതിയിരിക്കുന്നു എന്നാണ് 4-ാം വാക്യം അവസാനിപ്പിക്കുന്നത്. ആ ശിക്ഷാവിധിയുടെ 3 ചരിത്ര സംഭവങ്ങളും അനന്തരം ആ ചരിത്ര സംഭവങ്ങളോട് ബന്ധപ്പെടുത്തി നിലവിലുള്ള വർത്തമാനകാലത്തിൽ തന്റെ കണ്ണിന് മുമ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആത്മീക മൂല്യച്യുതിയെ തുടർന്നുള്ള വാക്യങ്ങളിൽ വിലയിരുത്തി 16-ാമത്തെ വാക്യം കൊണ്ട് ആ പഠിപ്പീരും വിലയിരുത്തലും അവസാനിപ്പിച്ച് 17 മുതലുള്ള വാക്യങ്ങൾ ആത്മീകരായവർ എങ്ങനെ ആയിരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്ന വേദഭാഗങ്ങളാണ് തുടർമാനമായി നാം കാണുവാൻ പോകുന്നത്. ഇവരെ കുറിച്ചുള്ള ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. ആരെ കുറിച്ചുള്ള ശിക്ഷാവിധി? 1 കള്ളപ്രവാചകന്മാർ, 2 ദുരുപദേശകന്മാർ, 3 ദൈവകൃപയെ വാണിഭച്ചരക്കാക്കുന്ന വിശുദ്ധന്മാർ എന്നഭിമാനിക്കുന്നവർ. 3 തരത്തിലുള്ള ദൈവസഭയുടെ അകത്ത് കയറിപ്പറ്റിയിരിക്കുന്ന 3 ഇത്തിൽ കണ്ണികളെ ദൈവസഭയ്ക്ക് ശോഷണം വരത്തക്കവണ്ണം, അതിനെ ഇല്ലാതാക്കത്തക്കവണ്ണം, ദൈവസഭയുടെ നന്മയെ അപഹരിച്ച് അതിന്റെ വളർച്ചയെ മുരടിപ്പിച്ച് അതിനെ പുഴുക്കുത്തു പിടിപ്പിച്ച് അതിന്റെ തായ്വേർ ഉണക്കി 2 പ്രാവശ്യം ചത്ത വൃക്ഷത്തെ പോലെ അതിനെ ആക്കി തീർക്കുന്ന 3 തരം കീടങ്ങളെ, 3 തരത്തിലുള്ള അന്ധകാര മണ്ഡലത്തിന്റെ പ്രവണത നിറഞ്ഞ ആത്മീകർ എന്നഭിമാനിക്കുന്ന 3 തരത്തിലുള്ള വിശേഷ വ്യക്തികൾ എന്ന് പറയത്തക്കവണ്ണം, വിശേഷ വിഭാഗങ്ങൾ എന്ന് പറയത്തക്കവണ്ണം 3 കൂട്ടർ. 1 കള്ളപ്രവാചകന്മാർ. കള്ളപ്രവാചകന്മാരെ കുറിച്ച് കൂടുതൽ പറയേണ്ടുന്ന ആവശ്യമൊന്നുമില്ല. തിരുവെഴുത്ത് വായിക്കുന്ന ഏതൊരുവനും
സത്യപ്രവചനവും കള്ളപ്രവചനവും ഏതു സമയത്തും ഏത് നേരത്തും മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. 2 ദുരുപദേശകന്മാർ. എന്താണ് ദുരുപദേശം എന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നാം കണ്ടു. 3 ദൈവകൃപയെ അനാവശ്യത്തിന് ഉപയോഗിക്കുന്നവർ. എന്ന് വെച്ചാൽ ദൈവകൃപയുടെ മറവിൽ സകലവിധ പാപവും ഒരുപോലെ ചെയ്യുന്നവർ. എന്നിട്ട് അവർ കൃപയിൽ ആശ്രയിക്കുന്നു. കൃപയാണ് വലുതെന്ന് പറയുന്നു. കൃപ നിമിത്തം എന്തും ചെയ്യാമെന്ന് പഠിപ്പിക്കുന്നു. കൃപയുണ്ടെങ്കിൽ ഏത് പാപം ചെയ്താലും ദൈവം ചോദിക്കുകയില്ലെന്ന് പഠിപ്പിക്കുന്നു. കൃപയുണ്ടെങ്കിൽ എല്ലാറ്റിനും ഒരു നിലനിൽപ്പുണ്ടെന്ന് പറയുന്നു. കൃപയുണ്ടെങ്കിൽ ഒരു സമാധാനമുണ്ടെന്ന് പറയുന്നു. ഇത് വിശ്വസിക്കരുത്. അബദ്ധമാണ്, ജഡിലമാണ്. ജഡമോഹങ്ങളിൽ കുടുക്കി ദൈവകൃപയിൽ നിന്ന് അന്യപ്പെടുത്തുന്ന അന്ധകാര മണ്ഡലത്തിന്റെ ഒരു സ്പെഷ്യൽ പ്രവണതയാണിത്. അത് മനസ്സിലാക്കുവാൻ ദൈവജനത്തെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ ഈ കൂട്ടരുടെ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. ദൈവം ശിക്ഷിപ്പാൻ പോകുമ്പോൾ അതിനു മുൻപ് തന്നെ ശിക്ഷാവിധിയുടെ പട്ടിക വെളിപ്പെടുത്തുന്ന കാര്യത്തിൽ ദൈവത്തിന് യാതൊരു മുഖദാക്ഷിണ്യവും കാണിക്കുന്നില്ല. യാതൊരു ദാക്ഷിണ്യവും അതിന് ദൈവം കാണിക്കാറില്ല. ദൈവം അത് വെളിപ്പെടുത്തിയിരിക്കും. ദയവായി ഒന്ന് നോക്കിയാട്ടെ. റോമാലേഖനം 1-ാം അധ്യായം അതിന്റെ 18-19 വാക്യങ്ങൾ ദയവായി ഒന്ന് വായിച്ചു തന്നാൽ വളരെ നന്നായിരുന്നു. റോമാലേഖനം 1-ാം അധ്യായം അതിന്റെ 18-19 വാക്യങ്ങൾ. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ വെളിപ്പെടുന്നു. ദൈവത്തെക്കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. കണ്ടോ, അവിടെ പൗലോസ് അപ്പോസ്തലൻ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ടു വരികയാണ്. ആർക്കെതിരെ? അനീതി കൊണ്ട് സത്യത്തെ തടയുന്ന സകല മനുഷ്യരുടെയും പ്രവൃത്തികൾക്ക് വിരോധമായി ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ടു വരുന്നു. ഇനി യൂദായുടെ ലേഖനം 4-ാം വാക്യത്തിന്റെ അവസാന ഭാഗം മാത്രമൊന്ന് വായിച്ചാട്ടെ. യൂദായുടെ ലേഖനം 4-ാം വാക്യത്തിന്റെ അവസാന ഭാഗം. അവരുടെ ഈ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. കണ്ടോ, അവരുടെ ഈ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. ഇനി 2 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് നോക്കിയാട്ടെ. 2 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം. അവർ ദ്രവ്യാഗ്രഹത്തിന്റെ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. അവർക്ക് പൂർവകാലം മുതൽ ന്യായവിധി താമസിയാതെ വരുന്നു. ഈ മൂന്ന് കൂട്ടർക്ക് ആന്റി അവിടെ നിന്ന് നിർത്തണേ. ഈ 3 കൂട്ടർക്ക് ആരൊക്കെയാണ് ഈ 3 കൂട്ടർ? 1 കള്ളപ്രവാചകന്മാർ, 2 ദുരുപദേശകന്മാർ, 3 ദൈവകൃപയെ വാണിഭമാക്കുന്നവർ. ഈ 3 തരത്തിലുള്ള ഗ്രൂപ്പിനും അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന സകല മനുഷ്യരുടെയും അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ടു വരുന്നു. യൂദായുടെ ഭാഷ്യത്തിൽ, യൂദായുടെ വാക്കുകളിൽ യൂദ ഇങ്ങനെയാ പറയുന്നത്: അവരുടെ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. പത്രോസ് അപ്പോസ്തലന്റെ ഭാഷയിൽ മറ്റൊന്നാണ്. പത്രോസ് പറയുന്നത് ശ്രദ്ധിക്കണം. ഇനി ആ വാക്യം ഒന്ന് വായിച്ചു തന്നാട്ടെ. അതിന്റെ 2 മുതലുള്ള വാക്യങ്ങൾ വായിക്കണമേ. 2 മുതലുള്ള വാക്യങ്ങൾ, 2-ാം അധ്യായം അതിന്റെ 2 മുതലുള്ള വാക്യങ്ങൾ. അവരുടെ ദുഷ്കാമ പ്രവർത്തികളെ പലരും അനുകരിക്കും. അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. ദൈവകൃപയെ വാണിഭമാക്കുന്നവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. എന്നിട്ട് അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ നിങ്ങളെ, ദൈവസഭയെ വാണിഭമാക്കും.
ദൈവജനത്തെ കച്ചവടച്ചാരക്കാക്കും. ഇത് വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മുൻപിൽ ആ ഭാഗങ്ങൾ ഇങ്ങനെ വെളിപ്പെട്ടു വരികയും എത്ര ഭയത്തോടും വിറയലോടും കൂടെ വേണം നമ്മുടെ പ്രവാസകാലം കഴിപ്പാൻ എന്നുള്ള കാര്യം നാം മറക്കരുത്. പത്രോസിന്റെ ഭാഷയിൽ അടുത്തത് പത്രോസ് അതിനെക്കുറിച്ച് വിവരിക്കുകയാണ്. അവർക്ക് വരാൻ പോകുന്ന വിധിയെക്കുറിച്ചുള്ള പ്രഖ്യാപനം പത്രോസിന്റെ ഭാഷയിൽ എന്താണെന്നൊന്ന് നോക്കിയാട്ടെ. അവർക്ക് പൂർവകാലം മുതൽ ന്യായവിധി താമസിയാതെ വരുന്നു. ആണോ? അവർക്ക് പൂർവകാലം മുതൽ ന്യായവിധി താമസിയാതെ വരുന്നു. അടുത്തത് അവരുടെ നാശം ഉറങ്ങുന്നതുമില്ല. അവരുടെ നാശം ഉറങ്ങുന്നതുമില്ല. പൗലോസ് അപ്പോസ്തലൻ തന്റെ ഭാഷയിൽ പരിശുദ്ധാത്മാവ് അതിനെ വെളിപ്പെടുത്തിയപ്പോൾ റോമാലേഖനം 1-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചു കേട്ടു, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന സകല മനുഷ്യരുടെയും അഭക്തിക്കും അധർമ്മത്തിനും അനീതിക്കുമെതിരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ടു വരുന്നു. പത്രോസിന്റെ ഭാഷയിൽ നാം വായിച്ചിപ്പോൾ കേട്ടത് ഇങ്ങനെയാണ്, അവരുടെ നാശം ഉറങ്ങുന്നില്ല. അവർക്ക് പൂർവകാലം മുതൽ ന്യായവിധി താമസിയാതെ വരുന്നു. യൂദാപ്പോസ്തലൻ പറയുന്നത് അവർക്കുള്ള ശിക്ഷാവിധി നേരത്തെ എഴുതി വച്ചിരിക്കുന്നു. ഈ 3 കൂട്ടരെ സമൂഹത്തിന് മുൻപിൽ പരിചയപ്പെടുത്തിയിട്ട് പരിശുദ്ധാത്മാവ് ഒട്ടും തെറ്റുപറ്റാതെ മുൻകാലത്ത് ചരിത്രത്തിന്റെ വെളിച്ചത്തിൽ ഇങ്ങനെയുള്ളവർ ഉണ്ടായിരുന്നു, അവർക്കെന്ത് ഭവിച്ചു എന്ന് പഴയ നിയമത്തിൽ നിന്നും പഴയ ചരിത്രത്തിൽ നിന്നും അതിപ്രധാനമായ 3 ചരിത്ര തെളിവുകളുടെ വെളിച്ചത്തിൽ യൂദ പറയുക അവരുടെ ശിക്ഷാവിധി എഴുതി വച്ചിരിക്കുന്നു എന്ന്. 3 ചരിത്ര സംഭവങ്ങളെ 3 വാക്യങ്ങളിൽ വിശദീകരിക്കുകയാണ്. 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. 5, 6, 7. 5-ാമത്തെ വാക്യത്തിൽ മിസ്രയീമിൽ നിന്ന് വിടുവിക്കപ്പെട്ട ഇസ്രായേലിന് ഭവിച്ച നാശം. 6-ാം വാക്യത്തിൽ പാപം ചെയ്ത ദൂതന്മാർക്ക് സംഭവിച്ച അഗ്നി നരകത്തിൽ ചങ്ങലയിട്ട് സൂക്ഷിച്ചിരിക്കുന്ന അവസ്ഥ. പുരാതന ലോകത്തിന് അഥവാ സൊദോം ഗൊമോറ ഇന്നും നമ്മുടെ കണ്ണിന് മുൻപിൽ ചാവുകടലായി കിടക്കുമ്പോൾ 3 ദൃഷ്ടാന്തങ്ങൾ ചരിത്രത്തിൽ സംഭവിച്ച 3 പ്രധാനപ്പെട്ട ചരിത്ര സംഭവങ്ങളെ പരിശുദ്ധാത്മാവ് മുന്നോട്ട് കൊണ്ടുവന്നിട്ട് ജനത്തെ ഓർമ്മിപ്പിച്ചുണർത്തുകയാണ്. ദൈവകൃപയെ വാണിഭമാക്കുവാൻ പാടില്ല, ദുരുപദേശം പ്രചരിപ്പിക്കാൻ പാടില്ല, കർമ്മപ്രവചനം നടത്തുവാൻ പാടില്ല. സത്യമായതിനു വേണ്ടി, ഘനമായതിനു വേണ്ടി, സൽകീർത്തിയായതിനു വേണ്ടി, പുകഴ്ചയായതിനു വേണ്ടി, ഉന്മാദമായതിനു വേണ്ടി വിളിച്ചു വേർതിരിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധൻ ഇവയിൽ നിന്നെല്ലാം അകന്നു മാറേണ്ടവനാകുന്നു. എന്തുകൊണ്ടെന്നാൽ ഇത്തരക്കാരെ കുറിച്ചുള്ള ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. ഇവർ പ്രസംഗിക്കുമ്പോൾ 100 പേർ രക്ഷിക്കപ്പെട്ടു കാണും. ഇവർ പ്രസംഗിക്കുമ്പോൾ അനേകർക്ക് സൗഖ്യമുണ്ടായെന്ന് വരാം. പക്ഷേ വിട്ടൊഴിയുക, അവരുടെ ന്യായവിധി നേരത്തെ എഴുതി വച്ചിരിക്കുന്നു. ഓടി രക്ഷപ്പെട്ടുകൊള്ളുക, അവിടെ നിൽക്കരുത് എന്ന പ്രയോഗമാണ് പത്രോസിന്റെ ലേഖനത്തിൽ നിന്നും യൂദായുടെ ലേഖനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഈ 3 ദൃഷ്ടാന്തങ്ങളും 3 ആഴ്ചകളിലെ ക്ലാസ്സുകളാണ്. ഈ 1-ാമത്തെ ദൃഷ്ടാന്തം ഇസ്രായേലാണ്. പത്രോസ് അപ്പോസ്തലന്റെ ഭാഷയാണ് ഇവിടെ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം. അപ്പോസ്തലനായ പൗലോസ് കുറച്ചും കൂടെ ആ ഭാഗത്തോട് വളരെ ചേർന്ന് വരുന്നുണ്ട്. പത്രോസിന്റെ ലേഖനത്തിൽ
ഈ വേദഭാഗങ്ങൾ കൊടുത്തിരിക്കുന്ന പദപ്രയോഗം എന്താണെന്ന് ഒന്ന് നോക്കിയാട്ടെ. 2 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ വേഗത്തിൽ. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിൽ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിക്കുകയും പുരാതന ലോകത്തെയും ആദരിക്കാതെ ഭക്തികെട്ടവരുടെ ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നീതിപ്രസംഗിയായ നോഹയെ 7 പേരോടുകൂടെ പാലിക്കുകയും സോദോം ഗോമോറ എന്നീ പട്ടണങ്ങളെ ഭസ്മീകരിച്ച് ഉന്മൂലനാശത്താൽ ന്യായം വിധിച്ച് മേലാൽ ഭക്തികെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി വെക്കുകയും അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാൾതോറും അധർമ്മ പ്രവൃത്തി കണ്ടും കേട്ടും തന്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത് അവരുടെ ദുഷ്കാമ പ്രവൃത്തിയാൽ വലഞ്ഞുപോയ നീതിമാനായ ലോത്തിനെ വിടുവിക്കുകയും ചെയ്തു. കർത്താവ് മതി ബാക്കി പിന്നാലെ വായിച്ചാൽ മതി. ശ്രദ്ധിക്കുക, ഇവിടെ പത്രോസ് ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗം എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു വിശേഷണ പദമാണത്. ആ പദം ഇങ്ങനെയാ, ദൈവം ആദരിച്ചില്ല എന്നാണ്. ഇതേ ഭാഗം തന്നെ യൂദാപ്പോസ്തലൻ പറയുമ്പോൾ ആദ്യം കൊണ്ടിരുന്ന ഇസ്രയേലിന്റെ ചരിത്രം. ഇസ്രയേലിനെ ദൈവം എന്തു ചെയ്തു എന്ന് റോമാലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. റോമാലേഖനം 10-ാം അധ്യായം ഒന്ന് എടുത്താട്ടെ. റോമാലേഖനം 10-ാം അധ്യായം 11-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 11-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കും. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കാം. സ്വാഭാവിക കൊമ്പുകളായിരുന്നു ഇസ്രായേൽ. യൂദായുടെ ലേഖനം 5-ാമത്തെ വാക്യം ഇവിടെ ഇതിനോടുള്ള ബന്ധത്തിൽ വായിക്കണം. യൂദായുടെ ലേഖനം 5-ാമത്തെ വാക്യം. നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർപ്പിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാൽ കർത്താവ് മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. ഇസ്രയേലിനെ കുറിച്ച് പറയുമ്പോൾ 1-ാം ഭാഗം മുതൽ അതിന്റെ അവസാനത്തെ ഭാഗം വരെ അവരുടെ മേളിൽ ദൈവം ഉന്നയിക്കുന്ന ഏറ്റവും വലിയ കുറ്റപത്രം എന്നത് അവർ മശിഹായെ വിശ്വസിച്ചില്ല എന്നുള്ളതാകുന്നു. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നമ്മെയും ആദരിക്കാതെ വന്നേക്കാം. അപ്പൊ ഇസ്രയേൽ എന്ന സ്വാഭാവിക കൊമ്പിനെ ദൈവം ആദരിച്ചില്ല. ഇന്ന് രാത്രി വളരെ ശ്രദ്ധയോടെ ഈ ഭാഗം ശ്രദ്ധിക്കണം കേട്ടോ. ദൈവം ആദരിക്കാത്ത 4 പ്രത്യേക വിഭാഗങ്ങൾ. 1-ാമത്തെ വിഭാഗം അതിൽ പൗലോസ് അപ്പോസ്തലനും യൂദായും ഒരുമിച്ച് ചേർന്ന് പറയുന്നത് ഇസ്രയേൽ എന്ന സ്വാഭാവിക കൊമ്പിനെ ദൈവം ആദരിച്ചില്ല. അവരെ ദൈവം ഒടിച്ചു കളഞ്ഞു എന്നാണ് നാം വായിക്കുന്നത്. വാഗ്ദത്ത മശിഹായെ സ്വീകരിപ്പാൻ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഇസ്രയേൽ പ്രവൃത്തികളിലൂടെ അവനെ അന്വേഷിച്ചു. വിശ്വാസമാർഗത്തെ അവർ തൃണവൽഗണിച്ചു. വിശ്വാസമാർഗം അവർക്ക് വേണ്ടെന്ന് പറഞ്ഞു. അവർ ഓടിയതും അധ്വാനിച്ചതും കഷ്ടപ്പെട്ടതുമൊക്കെ പ്രവൃത്തിയിലൂടെ അവനെ കണ്ടെത്തുവാനായിരുന്നു. പരിണിത ഫലം പ്രവൃത്തിയിലൂടെ അവനെ കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്നാൽ വിശ്വാസത്തിലൂടെ അന്വേഷിച്ചിറങ്ങിത്തിരിച്ച് വിശ്വാസമാർഗത്തിലൂടെ അവനെ അന്വേഷിച്ചവർ അവനെ കണ്ടെത്തി. അവനെ ആഗ്രഹിക്കാത്തവർക്ക് അവൻ പ്രത്യക്ഷനായി. അവൻ ഇഷ്ടമില്ലാതിരുന്നിടത്തേക്ക് അവൻ പ്രത്യക്ഷപ്പെട്ടു വന്നു. കാരണം അവർ അവനിൽ വിശ്വസിച്ചു എന്ന് തിരുവെഴുത്ത് പറയുന്നു. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം മിസ്രയീമിൽ നിന്ന് ഇറങ്ങിത്തിരിച്ചവരാണ്. അവർ ദൈവകൃപ ശരിക്കും കണ്ടവരാണ്.
ദൈവകൃപയ്ക്ക് അവർ സാക്ഷി നിന്നവരാണ്. കുഞ്ഞാടിന്റെ രക്തം കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും അടയാളമായി പുരട്ടിയതിന്റെ പരിണിത ഫലം മരണത്തിൽ നിന്നുള്ള വിടുതലും ഉദ്ധാരണവും കാഹളത്തിന്റെ ശബ്ദം പുറപ്പെടുവിപ്പാനുള്ള കാഹളത്തിന്റെ ശബ്ദവുമായിരുന്നു എന്നവർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരുന്നു. അവർ അത് ഗ്രഹിച്ചിരുന്നവരുമാണ്. വെറും രക്തത്തിൽ ഉള്ള വിടുതൽ അവർ കണ്ണിന് കണ്ടവരാണ്. ദൈവകൃപയെ അവർ ശരിക്കും അറിഞ്ഞവരാണ്. പിന്നാലെ വന്ന ഇസ്രായേൽ സൈന്യം അവരോട് അടുക്കാതെ വണ്ണം ദൈവത്തിന്റെ കൃപ അവരുടെ നടുവിൽ ഇറങ്ങി വന്നത് അവർ കണ്ടതാണ്. മരുഭൂമിയിൽ ഉഷ്ണക്കാറ്റടിച്ച് ഉഷിര് പോകേണ്ടുന്ന സന്ദർഭത്തിൽ, ജീവൻ പോകേണ്ടുന്ന സന്ദർഭത്തിൽ മേഘസ്തംഭമായി ദൈവകൃപയുടെ വ്യാപാരം അവരുടെ കൂടാരങ്ങൾക്ക് മീതെ അവർ കണ്ടതാണ്. ദൈവകൃപയുടെ മഹത്വം അവർ കണ്ണിറയെ കണ്ടതാണ്. എന്നാൽ വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ ദൈവം നശിപ്പിച്ചു. ഈ പദപ്രയോഗം ഇവിടെ യൂദ ഇങ്ങനെ പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നമ്മെയും ആദരിക്കാതെ വന്നേക്കാം. ആകയാൽ ഞെളിയാതെ ഭയപ്പെടുക. വീണവരിൽ ദൈവത്തിന്റെ ഖണ്ഡിതവും നിലനിൽക്കുന്ന നിന്നിലോ ദൈവത്തിന്റെ കൃപയും. പാപം ചെയ്ത് വീണ് കിടക്കുന്നവരുടെ മേൽ ദൈവം തന്റെ ഖണ്ഡിതമയക്കുമ്പോൾ അവന്റെ കൃപയിൽ വിശ്വസിച്ച് അവന്റെ കൃപയിൽ ആശ്രയിച്ച് നിലനിൽക്കുന്ന ദൈവവൈതലിനെ പ്രശംസിപ്പാനും സന്തോഷിപ്പാനുമുള്ളത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മുഖേന നൽകപ്പെട്ട കൃപയുടെ ധനവും അതിന്റെ മഹത്വവും ഒന്ന് മാത്രമാണ്. അതനുഭവിക്കുന്നവർ ഇന്ന് രാത്രി സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഞാൻ നിൽക്കുവാൻ കാരണം എന്നെ നിർത്തുന്ന ദൈവകൃപ, എന്റെ അടിസ്ഥാനമായിരിക്കുന്ന എന്നെ നിലനിർത്തുന്ന ആ ദൈവകൃപയൊന്നു മാത്രമാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവിക കൊമ്പുകളായിരുന്ന ഇസ്രായേലിനെ ദൈവം ആദരിയാതെ പോയെങ്കിൽ നമ്മെയും ആദരിക്കാതെ വന്നേക്കാം. പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, ദൈവം ഇസ്രായേലിനെ ആദരിച്ചില്ല. 2, ദൈവം ദൂതന്മാരെ ആദരിച്ചില്ല. ദൂതന്മാരെ ആദരിപ്പാൻ വളരെ കാരണങ്ങൾ ഉണ്ടായിരുന്നു. അവർ ആത്മരൂപികളായിരുന്നു, അവർ ആത്മജീവികളായിരുന്നു. അവരെയായിരുന്നു കുറച്ചും കൂടെ കെയറായിട്ട്, കുറച്ചും കൂടെ സ്പെയർ ചെയ്യുവാൻ ഏറ്റവും അനുഗ്രഹീതർ കുറേയും കൂടെ അവരായിരുന്നു. കാരണം അവർ ആത്മജീവികളായിരുന്നു. പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, ആ ദൂതന്മാരെ ദൈവം ആദരിച്ചില്ല. ആ ദൂതന്മാർ ആരാണ്, എന്താണ് എന്നൊക്കെ അടുത്ത ക്ലാസ്സുകളിൽ നാം പഠിക്കും. ഇപ്പോൾ നമ്മൾ അവിടേക്ക് പ്രവേശിക്കുന്നില്ല. 1, ഇസ്രായേലിനെ ദൈവം ആദരിച്ചില്ല. 2, ദൂതന്മാരെ ദൈവം ആദരിച്ചില്ല. 3, പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ. പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, 3, അവൻ പുരാതന ലോകത്തെ ആദരിച്ചില്ല. പുരാതന ലോകത്തെ ദൈവം ആദരിച്ചില്ല. അത് നോഹയുടെ കാലത്തെയാണ് ചിത്രീകരിക്കുന്നത്. നോഹയുടെ കാലഘട്ടം ഏറ്റവും ശക്തന്മാരുണ്ടായിരുന്നൊരു കാലഘട്ടം. അപ്പോൾ ദൈവത്തിന് നോഹയുടെ മേൽ ദൈവത്തിന്റെ കൃപ പകർന്നതായും ആ തലമുറയിൽ നോഹ ദൈവകൃപ കണ്ടെത്തിയതായും നാം വായിക്കുന്നുണ്ട്. പുരാതന ലോകത്തെ ദൈവം ആദരിച്ചില്ല. പുരാതന ലോകത്തെ ദൈവം ആദരിക്കാതെ ഒരു ജലപ്രളയം വരുത്തി നീതിപ്രസംഗിയായ നോഹയെ 7 പേരോടുകൂടെ പാലിച്ചു. ശ്രദ്ധിക്കണമേ, ആദരിക്കാത്ത 3ാമത്തെ ഗ്രൂപ്പ് പുരാതന ലോകത്തെ ദൈവം ആദരിച്ചില്ല. ആദരിക്കാത്ത 4ാമത്തെ ഗ്രൂപ്പ് സൊദോം ഗൊമോറ ഉന്മൂലനാശം വരുത്തി
സകല മനുഷ്യർക്കും മുൻപിൽ ഇന്നും അത് സമദൃഷ്ടാന്തമായി കിടക്കുകയാണ്. നിത്യശിക്ഷാവിധി വഹിച്ചുകൊണ്ട് അത് കിടക്കുമ്പോൾ അവയെ ദൈവം ആദരിച്ചില്ല എന്ന കാര്യം ഓർക്കണം. അതിപ്രധാനമായി ദൈവം ആദരിക്കാഞ്ഞ 4 പ്രധാനപ്പെട്ട പട്ടണങ്ങൾ, സൊദോമും അതിനോട് ചേർന്നുള്ള 4 പട്ടണങ്ങളെ ദൈവം ആദരിച്ചില്ല. കണ്ടോ, ദൈവം ആദരിക്കാത്ത 4 സമൂഹങ്ങൾ. ഒന്ന്, സ്വാഭാവിക കൊമ്പുകളായിരുന്ന, സ്വന്തം ജനമായിരുന്ന, സ്വന്തക്കാർ എന്ന് പറഞ്ഞിരുന്ന, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരെയോ അവനെ കൈക്കൊണ്ടില്ല എന്ന് നാം വായിക്കുന്നു. സ്വാഭാവിക കൊമ്പുകളായ ഇസ്രയേലിനെ ദൈവം ആദരിച്ചില്ല. അവരുടെ ഭ്രംശം ലോകത്തിന് നിരപ്പിന് ഹേതുവായി എങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും? അവരുടെ ചിതറിപ്പോക്ക് നമ്മുടെ ജാതികളുടെ രക്ഷയ്ക്ക് കാരണമായി തീർന്നെങ്കിൽ ആ സ്വാഭാവിക കൊമ്പുകളെ തിരിച്ച് ദൈവം അംഗീകരിക്കുന്ന ഒരു ദിവസമുണ്ട്. അത് മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ മറ്റെന്താണ്? ദൈവസഭയുടെ ഉൾപ്രാവണത്തോടുകൂടി സ്വാഭാവിക കൊമ്പുകളെ, ഒടിച്ചു കളഞ്ഞ കൊമ്പുകളെ ദൈവം വീണ്ടും ഒട്ടിക്കും എന്ന് നാം കാണുന്നു. അതുവരെയുള്ള ചരിത്രത്തിൽ ഇസ്രയേൽ ഒരു പഠനമുഖമായി നിൽക്കുകയാണ്. ദൈവം ആദരിക്കുകയില്ല, ഒരുത്തരെയും ദൈവം ആദരിക്കുകയില്ല. ദൈവത്തിന്റെ ഖണ്ഡിതവും ദൈവത്തിലേക്ക് കാണുക എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. നിലനിൽക്കുന്ന നിന്നിൽ ദൈവത്തിന്റെ കൃപയും, ആദരിക്കാതെ പോയിരിക്കുന്ന മാനവകുലത്തിൽ, ആദരിക്കാതെ പോയിരിക്കുന്ന ആ ദൂതസഞ്ചയത്തിൽ, ആദരിക്കാതെ പോയിരിക്കുന്ന പുരാതന ലോകത്തിൽ, ആദരിക്കാതെ പോയിരിക്കുന്ന സൊദോം, ഗൊമോറ, അദ്മായീൻ, സദായീൻ എന്നീ പറയപ്പെടുന്ന പട്ടണങ്ങൾ, ഇവിടെയൊക്കെ ദൈവത്തിന്റെ ഖണ്ഡിതം കാണുമ്പോൾ നാം നിലനിൽക്കുന്നത്, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ മിടുക്കുകൊണ്ടോ, നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത കൊണ്ടോ, നമ്മുടെ കുലമഹിമ കൊണ്ടോ, വലിയ കുടുംബത്തിൽ പിറന്നതുകൊണ്ടോ ഒന്നുമല്ല. അവന്റെ കൃപയുടെ കടാക്ഷം ഒന്ന് മാത്രമാണ് നാം നിലനിൽക്കുന്നത്. ആദരിക്കാതെ പോയ ഈ 4 വിഭാഗങ്ങൾ നമുക്ക് മുൻപിൽ നിൽക്കുമ്പോൾ ഇന്ന് രാത്രിയും എന്നെയും നിങ്ങളെയും ആദരിക്കുന്ന ഒരു സ്വർഗമുണ്ടല്ലോ. ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകൾ നിറയട്ടെ. ദൈവത്തിന് മുൻപാകെ നന്ദിയുള്ള ഹൃദയത്തോടെ ആ കൃപയ്ക്ക് കൂട്ടവകാശികളാക്കി എന്നെ തീർത്തല്ലോ. ഈ കൃപയിൽ നിൽപ്പാൻ എനിക്ക് ഭാഗ്യം തന്നല്ലോ. ഈ കൃപയിൽ എന്നെ നിലന്തോറും നിർത്തുന്നല്ലോ എന്ന് പറഞ്ഞ് അവന്റെ പൊന്നു പാദപീഠങ്ങൾ നമുക്ക് കുമ്പിടാം. വീണവരിൽ ദൈവത്തിന്റെ ഖണ്ഡിതവും നിലനിൽക്കുന്ന നിന്നിലോ ദൈവത്തിന്റെ ദയയും കാണുക. ഈ പ്രയോഗങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ, വിശേഷാൽ യൂദ, പത്രോസ് എന്നീ 3 പേരും ഒരുപോലെ പ്രയോഗിച്ചിരിക്കുന്ന ഉദാത്തമായ, ചിന്തിപ്പാൻ കൊള്ളാവുന്ന, മേത്തരമായ ഒരു പദപ്രയോഗമാണ് ഈ യൂദായുടെ ലേഖനത്തിൽ നാം കാണുവാൻ പോകുന്നത്. യൂദായുടെ ലേഖനം 5-ാമത്തെ വാക്യം ഇനി ദയവായി ഒരിക്കൽ കൂടി ഒന്ന് വായിച്ചാട്ടെ. നിങ്ങളോ ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർമ്മിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാൽ, കർത്താവ് ജനത്തെ ഇസ്രായേലിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. കണ്ടോ, 5-ാമത്തെ വാക്യം വളരെ വ്യക്തമാണ്. വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. ഇറങ്ങിത്തിരിച്ചത് സത്യമാണ്. യേശുവിനെ രക്ഷകനായി അംഗീകരിച്ചത് സത്യമാണ്. കാൽവറി ക്രൂശിന് ദർശനം ലഭിച്ചു എന്നത് സത്യമാണ്. എന്നാൽ നിന്റെ തുടർന്നുള്ള ജീവിതത്തിൽ നീ അവനെ 100% ദൈവപുത്രനായി വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എല്ലാ വാത്സല്യങ്ങളോടും വളരെ ശ്രദ്ധയോടെ ഈ വാക്കുകൾ ശ്രദ്ധിക്കണമേ എന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നാം രക്ഷിക്കപ്പെട്ടത് സത്യമാണ്. നാം സ്നാനപ്പെട്ടത് സത്യമാണ്. പരിശുദ്ധാത്മാവിൽ നാം അന്യഭാഷകളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് സത്യമാണ്. എന്നാൽ 100% തികഞ്ഞ ഹൃദയത്തിൽ നിന്ന് ദൈവപുത്രനായി യേശുവിനെ വിശ്വസിപ്പാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? യൂദാ അപ്പോസ്തലൻ എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്? പെട്ടെന്ന് നമ്മുടെ ചിന്ത പോകേണ്ടത്
സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിലേക്കും 106-ാം സങ്കീർത്തനത്തിലേക്കും കൊരിന്ത്യലേഖനം 1 കൊരിന്ത്യലേഖനം 10-ാം അധ്യായത്തിലേക്കുമാണ്. അതിനോട് കൂടെ എബ്രായ ലേഖനം 3-ാം അധ്യായത്തിലും നമ്മുടെ ശ്രദ്ധ പോകണം. ഈ 4 വേദഭാഗങ്ങളിൽ നിന്ന് പൗലോസ് അപ്പോസ്തലൻ എബ്രായ ലേഖനത്തിലും കൊരിന്ത്യ ലേഖനത്തിലും, യൂദാ അപ്പോസ്തലൻ ന്യായപ്രമാണ പുസ്തകങ്ങളിൽ നിന്ന്, വിശേഷാൽ സംഖ്യാപുസ്തകത്തിൽ നിന്നും ഇസ്രായേലിന്റെ ചരിത്രത്തെ കൊണ്ടുവരികയാണ്. ഇസ്രായേലിന്റെ ചരിത്രത്തെ മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ അവർ അനുഭവിച്ച ദൈവകൃപയുടെ മനോഹാരിതയെ പുതിയ നിയമ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ എങ്ങനെയായിരുന്നു എന്നാണ് പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യ ലേഖനം 10-ാം അധ്യായത്തിൽ വിശദീകരിക്കുന്നത്. പഴയ നിയമത്തിൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്ന, പഴയ നിയമത്തിൽ അവർ അനുഭവിച്ച എല്ലാ നന്മകളും പുതിയ നിയമത്തിൽ എന്തായിരുന്നു, നാമും അതുമായുള്ള ബന്ധം എന്താണ് എന്ന് പൗലോസ് അപ്പോസ്തലനാണ് അതിനൊരു ഒരു തീർപ്പ് കൽപ്പിക്കുന്നത്. യൂദാ അപ്പോസ്തലൻ പറയുന്നത് ശ്രദ്ധിക്കണം. യൂദാ വളരെ ഗൗരവമായിട്ട് ഈ കാര്യം ചർച്ച ചെയ്യുമ്പോൾ പറയുക, വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു, ഒരു തലമുറ മുഴുവനും മരുഭൂമിയിൽ പട്ടുപോയി. എന്താണ് കാരണമെന്ന് നാം പുറകോട്ട് ഇറങ്ങി ചിന്തിച്ചാൽ സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിൽ അതിന് വ്യക്തമായ കാരണങ്ങൾ പറയുന്നുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ടവർ വാഗ്ദത്ത ദേശം ഒറ്റുനോക്കുവാൻ പോകുകയാണ്. അവർ വാഗ്ദത്ത ദേശം ചെന്ന് ഒറ്റുനോക്കി മടങ്ങി വന്ന ചരിത്രം 10 പേർ ഒരുമിച്ച് ചേർന്ന് ഇസ്രായേൽ സഭയോട്, ദൈവസഭയോട് അവർ പറഞ്ഞ റിപ്പോർട്ട് നമുക്കറിയാം. അതിന്റെ പരിണിത ഫലം എന്താണെന്ന് നമുക്കറിയാം. അവർ പറഞ്ഞ ദുർവർത്തമാന നിമിത്തം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ ദുർവർത്തമാനം പറയുവാൻ വിളിക്കപ്പെട്ടവനല്ല. ക്രിസ്തുവിൽ 100% വിശ്വസിക്കുന്നെങ്കിൽ, നിന്റെ വിശ്വാസം ക്രിസ്തുവിൽ സമ്പൂർണമാണെങ്കിൽ നീ ദുർവർത്തമാനം പറയരുത്. നിന്റെ കൂട്ടു സഹോദരനെ കുറിച്ചോ, നിന്റെ കൂട്ടുകാരനെ കുറിച്ചോ, നിന്റെ വീട്ടിലുള്ളവനെ കുറിച്ചോ, നിന്റെ കുടുംബത്തിൽ പിറന്നവനെ കുറിച്ചോ ദുർവർത്തമാനം പറവാൻ നീ വിളിക്കപ്പെട്ട വ്യക്തിയല്ല. നീ അങ്ങനെ ചെയ്യുന്നെങ്കിൽ 100% നിന്റെ ഹൃദയത്തിൽ ക്രിസ്തു ഇല്ല. ക്രിസ്തു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വായ് അതിനുള്ളതല്ല. അവന്റെ വായ് പിന്നെന്തിനുള്ളതാ? അവന്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോൽ ആകുന്നു. 1000-ങ്ങളിൽ 10,000-ങ്ങളിൽ സുന്ദരനായ ലാവണ്യം നിന്റെ അധരങ്ങളിൽ മേൽ പകർന്നിരിക്കുന്നു. അതുകൊണ്ട് രാജാവ് നിന്നെ, യഹോവ നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത്യുന്നതനായവനെ കുറിച്ച് വർണ്ണിപ്പാനുള്ള നിന്റെ നാവ്, അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്ന നിന്റെ നാവ്, അഭിഷേകത്താൽ തിളയ്ക്കുന്ന നിന്റെ നാവ് ഇസ്രായേലിന് വരുത്തിയ ശിക്ഷാവിധി നമുക്ക് വരാതിരിക്കേണ്ടതിന് യൂദാ മുന്നറിയിപ്പ് നൽകുകയാ. വിട്ടോടുക പാടില്ല. കൊരിന്ത്യ ലേഖനം 10-ാം അധ്യായം ഒന്ന് നോക്കിയാട്ടെ. വേഗത്തിൽ ചില വാക്യങ്ങൾ വായിച്ചാട്ടെ. അത്യാവശ്യം ഇന്ന് രാത്രി ചില ചിന്തകൾ കൂടി നിങ്ങളുടെ മുൻപിൽ വെച്ചിട്ട് എന്റെ വാക്കുകളെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുവാൻ ഈ പഠനം ഇവിടെ നിർത്തുവാൻ താല്പര്യപ്പെടുകയാണ്. 1 കൊരിന്ത്യ ലേഖനം 10-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തൂടെ കടന്നു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്ന് എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും മതി ഇന്നാലെ ഇനി വായിച്ചാൽ മതി. ഇപ്പൊ വായിക്കണം, അവിടെ നിർത്തിയാട്ടെ. നോക്കിയേ, എന്ത് മനോഹരമായ പഴയ നിയമത്തിൽ ദൈവം ഇസ്രായേലിനെ വിളിച്ച് ഇറക്കിയപ്പോൾ തൊട്ട് അവർ അനുഭവിച്ച ദൈവകൃപയെ പരിശുദ്ധാത്മാവ് പുതിയ നിയമസഭയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ആ ദൈവകൃപയുടെ മനോഹാരിത നിങ്ങൾ കണ്ടോ? സഹോദരന്മാരെ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിന്റെ കീഴിലായിരുന്നു.
അവർ വിളി കേട്ട് ഇറങ്ങിയപ്പോൾ മുതൽ അവർ മേഘത്തിന്റെ കീഴിലായിരുന്നു. പെന്തക്കോസുകാരൻ എത്ര പേരാ മേഘത്തിന്റെ കീഴിലായിട്ടുള്ളവര്? ഇസ്രായേലിനെ സംബന്ധിച്ച് പൗലോസ് അപ്പോസ്തലൻ നമ്മെ താരതമ്യപ്പെടുത്തിയിട്ട് പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിന്റെ കീഴിലായിരുന്നു. എന്തായിരുന്നു മേഘത്തിന്റെ പ്രത്യേകത? മേഘം അവർക്ക് വഴി നടത്തുന്നതായിരുന്നു. മേഘം അവർക്ക് ആലോചന പറഞ്ഞു കൊടുക്കുന്നതായിരുന്നു. മേഘം അഗ്നിസ്തംഭത്തിൽ നിന്നാണ് യഹോവ മിസ്രയീം സൈന്യത്തെ നോക്കിയത്. മേഘത്തിൽ നിന്നായിരുന്നു പ്രതിരോധന ശക്തി പുറപ്പെട്ടുകൊണ്ടിരുന്നത്. മേഘത്തിലായിരുന്നു ദൈവം തന്റെ പ്രവൃത്തി വെച്ചിരുന്നത്. ഇന്ന് രാത്രി ഓർക്കുക, ഈ മേഘത്തിന്റെ കീഴിൽ ഇറങ്ങി തിരിച്ചവരായിരുന്നു ഇസ്രായേൽ മക്കൾ. യൂദ പറയുക അവരെ പിന്നത്തേതിൽ നശിപ്പിച്ചെന്ന്. അയ്യോ, എത്ര നാം ഭയപ്പെടേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം വന്നിരിക്കുന്നത്. നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മരുഭൂമിയിൽ അവർ മേഘത്തിന്റെ കീഴിലായിരുന്നു. അവർ മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു. അപ്പോൾ അവിടെ മേഘം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനായി നിൽക്കുന്നു. സമുദ്രം എന്ന് പറയുന്നത് നാം സ്നാനമേൽക്കുന്നത് പോലുള്ള സ്നാനത്തിനായി നിൽക്കുന്നു. ആത്മസ്നാനവും അപ്പം തന്നെ ജലസ്നാനവും അവർ കഴിഞ്ഞവരായിരുന്നു എന്ന്. നമ്മളെക്കാൾ കുറച്ചുകൂടെ വിശിഷ്ടമായ ദൈവകൃപയുടെ ഭദ്രത അനുഭവിച്ചവരായിരുന്നു അവർ. ആ വാചകം അല്പം കടന്നുപോയോ എന്നെനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ എന്റെ ചിന്തയിൽ ഞാൻ അങ്ങനെ പറഞ്ഞുവെങ്കിലും നാം ആണ് ദൈവകൃപ കൂടുതൽ അനുഭവിക്കുന്നത്. കാരണം ദൈവകൃപയുടെ ഉദയം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവായിരുന്നു. അവർ ഇറങ്ങി തിരിച്ചപ്പോൾ ദൈവകൃപയുടെ ഉദയമില്ലായിരുന്നു. ദൈവകൃപയുടെ ഉദയം യേശുക്രിസ്തുവിന്റെ ജന്മത്തോടുകൂടിയാണ് മാനവകുലത്തിന് ലഭ്യമായത്. എന്നാൽ അവർ ഈ കൃപയുടെ എല്ലാ നിറവുകളും അവർ അനുഭവിച്ചിരുന്നു. കൃപയുടെ ആഴമേറിയ അനുഗ്രഹങ്ങൾ അവർ അനുഭവിച്ചിരുന്നു. അവരെ കുറിച്ച് പറയുന്നത് അവർ സമുദ്രത്തിലും മേഘത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എന്നിട്ട് അവരെ കുറിച്ച് പറയുന്നത് അവർ ആത്മീക ആഹാരം തിന്നു, അവർ ആത്മീക പാനീയം കുടിച്ചു. നമ്മൾ ആത്മീയ ആഹാരം തിന്നുന്നുണ്ടോ? നമ്മൾ ആത്മീയ പാനീയം കുടിക്കുന്നുണ്ടോ? എന്താ ആത്മീയ ആഹാരം? ഇസ്രായേലിന്റെ ആത്മീയ ആഹാരം എന്തായിരുന്നു? മൂടൽമഞ്ഞ് മാറിയപ്പോൾ അവരുടെ കൂടാരത്തിന് മുൻപിൽ കൊത്തമ്പാലയുടെ നിറത്തിൽ, ഗുൽഗുലുവിന്റെ നിറത്തിൽ കൊത്തമ്പാലി പോലെ സാധനം പരന്നു കിടക്കുന്നു. ഈ കൂടാരത്തിൽ നിന്ന് കൂടാരത്തിന്റെ തിരശീല പൊക്കി പുറത്തേക്ക് ഇറങ്ങിയവൻ അപ്പുറത്തെ കൂടാരത്തിൽ താമസിക്കുന്ന അഹരോനെ വിളിച്ചിട്ട് എബ്രായ ഭാഷയിൽ ഇതെന്താ എന്ന് ചോദിച്ചു. എബ്രായ ഭാഷയിൽ ഇതെന്താ എന്ന് ചോദിക്കുന്നത് മന്ന എന്ന. ഇതെന്ത് മന്ന. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടാരവാതിൽക്കൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു മന്ന. അവസാനം മന്ന എന്നതിന് പേരായി. ആ സാധനമായിരുന്നു അവർക്ക് ലഭിച്ച ആത്മീയ ആഹാരം. അത് ശക്തന്മാരുടെ ആഹാരമായിരുന്നു. അവരത് തിന്നു. യേശു ലോകത്തിൽ വന്നിട്ട് ഇസ്രായേലിനെ നോക്കിക്കൊണ്ട് പറയുക, പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നു, അവർ മരിച്ചുപോയി. എന്നാൽ ഞാൻ തരുന്ന വചനം തിന്നുന്നവൻ എന്നേക്കും ജീവിച്ചിരിക്കും, എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നേക്കും ജീവിച്ചിരിക്കും. അവൻ മരിച്ചാലും കല്ലറകളെ തുറന്ന് പുറത്തു വരുന്നൊരു ദൈവശക്തിയുടെ വ്യാപാരമായി എന്നെ തിന്നുന്നവൻ എന്നോളം ജീവിച്ചിരിക്കും എന്ന് യേശു പഠിപ്പിച്ചു. അവർ ആത്മീയ ആഹാരം തിന്നതുപോലെ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അത്യനരായ ദൈവം താൻ നമുക്ക് വേണ്ടി നിർമ്മിച്ചു തന്നിരിക്കുന്നത്, നമുക്ക് വേണ്ടി ഒരുക്കി തന്നിരിക്കുന്ന അനുഗ്രഹീത ദൈവവചനം. അത് രാവിലെയും വൈകിട്ടും സമയം കിട്ടുമ്പോഴൊക്കെ വേണ്ടും പോലെ ഭക്ഷിപ്പാൻ ദൈവം നമുക്ക് തന്നതാണ്. ഇപ്പോൾ നമ്മളത് വേണ്ടും പോലെ ഭക്ഷിക്കാറില്ല. നമ്മുടെ വീട്ടിലെ ബൈബിള്, കാറിലെ ബൈബിള്, ജോലിയിലെ ബൈബിള്, പള്ളിയിൽ ചെല്ലുമ്പോൾ അവിടെ 2 ബൈബിള്, ഇഷ്ടംപോലെ ബൈബിള് നമുക്കുണ്ട്. പക്ഷെ നമ്മൾ വായിക്കാറില്ല.
സൗജന്യമായിട്ട് പ്രസംഗങ്ങളൊക്കെ കേട്ട് നമ്മൾ പഠിക്കാറുണ്ട്. എന്നാലും ബൈബിൾ വായിക്കാൻ നമുക്ക് താല്പര്യം തോന്നാറില്ല. എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. അവർ ആത്മീയ ആഹാരം തിന്നു, അടുത്ത ആത്മീക പാനീയം കുടിച്ചു. അടിക്കപ്പെട്ട പാറയിൽ നിന്നുള്ള വെള്ളം അവരുടെ വീടുകൾക്ക് മുമ്പിലൂടെ ഒഴുകുകയാണ്. ഉത്സവത്തിന് മഹാദിനമായി ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ദാഹിക്കുന്നവനും എന്റെ അരികിൽ വരട്ടെ. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന ജീവജലത്തിന് നദികൾ. കുടിച്ചു നിറഞ്ഞു കഴിഞ്ഞ് പുറത്തേക്ക് ഒഴുകുന്ന അനുഭവം, നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്ന അനുഭവം. പരിശുദ്ധാത്മാവിനെ പാനം ചെയ്തിരിക്കുന്നവർ നിറഞ്ഞ് കവിഞ്ഞ ഒഴുകുന്ന അനുഭവത്തിലുള്ളവരാ. ആത്മനിറവിന്റെ ജീവിതത്തെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ എഫെസ്യലേഖനം 5-ാം അധ്യായം അതിന്റെ 18 മുതലുള്ള വാക്യങ്ങളിൽ ദൈവസഭയെ പഠിപ്പിച്ച് ഉണർത്തിക്കുന്നുണ്ട്. ദൈവസഭയെ ശ്രദ്ധയോടെ വീക്ഷിക്കുവാൻ പറയുന്നുണ്ട്. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. എന്നാൽ ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും. ആത്മനിറവിന്റെ ജീവിതത്തിൽ സങ്കീർത്തനങ്ങളുണ്ട്, സ്തുതികളുണ്ട്, ആത്മീക ഗീതങ്ങളുണ്ട്. തമ്മിൽ തമ്മിൽ പാടിയും പഠിപ്പിച്ചും കർത്താവിന് നിങ്ങളുടെ ഹൃദയങ്ങളിൽ പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി നിങ്ങളുടെ ഉള്ളിൽ വസിക്കുമാറാകട്ടെ. ആത്മനിറവിന്റെ ജീവിതം. യൂദാ പറയുകയാ, ഇറങ്ങിത്തിരിച്ചവരിൽ പിന്നത്തേതിൽ അവരെ ദൈവം നശിപ്പിച്ചു. ആരെ നശിപ്പിച്ചു? വിശ്വസിക്കാത്തവരെ. അതിന്റെ കുഴപ്പം എന്താണെന്ന് പൗലോസ് അപ്പോസ്തലൻ ആ 10-ാം അധ്യായത്തിൽ 5 കാര്യങ്ങൾ പറയുന്നുണ്ട്. അവരെ പോലെ നാം ദുർമോഹികളാകരുത്. നമ്മുടെയൊക്കെ പ്രാർത്ഥന ചിലപ്പോഴത്തേത് കേട്ടാല് മോഹത്തിന്റെ പ്രാർത്ഥനയല്ലാതെ വേറെന്തൊരു പ്രാർത്ഥനയുള്ളേ? യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം സമയമുള്ളപ്പോൾ വീട്ടിൽ നിന്ന് വായിച്ചാൽ മതി. നിങ്ങളുടെ ഈ കലക്കവും പിണക്കവും ഒക്കെ എവിടെ നിന്ന് വരുന്നു? നിങ്ങളുടെ ഭോഗങ്ങളിൽ ചിലവിടേണ്ടതിന് വേണ്ടിയുള്ള നിങ്ങളുടെ ജൽപ്പനങ്ങൾ നിമിത്തമല്ലയോ? ആത്മനിറവിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മനുഷ്യരൊരുങ്ങട്ടെ. ആത്മനിറവിന്റെ ജീവിതത്തിന് വേണ്ടി മനുഷ്യരൊരുങ്ങട്ടെ. കൃപയെ വാണിഭമാക്കരുതേ, കൃപയെ കച്ചവട ചരക്കാക്കരുതേ, കൃപയുടെ പേരിൽ ഇതിന് അനുഭവം ഉണ്ടാകരുതേ. അവരുടെ ശിക്ഷാവിധി ഉറങ്ങുന്നില്ല. അവരുടെ ശിക്ഷാവിധിയുടെ സമയമെടുത്തു എന്ന് യൂദാ ഓർപ്പിക്കുകയാണ്, പത്രോസ് ഓർപ്പിക്കുകയാണ്, പൗലോസ് വിളിച്ചു പറയുകയാണ്. സ്വർഗത്തിൽ നിന്ന് അനീതിക്കെതിരെ, സത്യത്തിനെതിരെ, അസത്യം കൊണ്ട്, അനീതി കൊണ്ട് സത്യത്തെ തടയുന്ന സകല മനുഷ്യരുടെ അഭക്തിക്കും അനീതിക്കും അസന്മാർഗിക്കും അതൊക്കെമെതിരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ടു വരുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ദൈവകൃപയുടെ അക്ഷയനിധിയായ കർത്താവിനെ അതേപടി ആസ്വദിച്ചവരായിരുന്നു. ആ 10-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. വെള്ളം കിട്ടാതെ വന്നപ്പോൾ അവർ മാറയിലെത്തി. അവിടുത്തെ വെള്ളം അവർക്ക് കുടിപ്പാൻ കഴിഞ്ഞില്ല. രഫീദീമിലെത്തി. അവിടെ വെള്ളമില്ലായിരുന്നു. ജനം കലക്കമുണ്ടാക്കി. ഉടനെ യഹോവ അരുളി ചെയ്തു, ഞാൻ ആ പാറമേൽ നിൽക്കും, നീ ആ പാറയെ അടിക്കണം. പുറപ്പാട് 17-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. യഹോവ അരുളി ചെയ്തു, ഞാൻ ആ പാറമേൽ നിൽക്കും, നീ ആ പാറയെ അടിക്കണം. മോശ വടിയുമായി ചെന്ന് പാറയെ അടിച്ചപ്പോൾ പാറയുടെ മുകളിൽ നിൽക്കാമെന്ന് വാക്ക് പറഞ്ഞവൻ അത്യുന്നതനായ ദൈവപുത്രനായിരുന്നു. അടിയേറ്റത് അവൻ തുറക്കപ്പെട്ട പാറയായി മാനവകുലത്തിന് കുടിക്കത്തക്കവണ്ണം പാപശാന്തി നിത്യമായി ഒഴുകത്തക്കവണ്ണം കാൽവരി ക്രൂശിൽ ഉയരപ്പെട്ട യേശു ക്രിസ്തുവിന്റെ അടിക്കപ്പെട്ട ശരീരത്തിന് നിദാനമായി പഴയ നിയമത്തിൽ ആ പാറയുടെ മേൽ ഞാൻ നിൽക്കാമെന്ന് യഹോവ അരുളി ചെയ്യുക. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൽ
പൗലോസ് പറയുക ആ പാറ ക്രിസ്തുവായിരുന്നു. ഓ, ഇന്ന് രാത്രി ഒന്ന് ഓർത്തു നോക്കിയേ, അടിക്കപ്പെട്ട പാറയിൽ നിന്നുള്ള വെള്ളമാണ് അവർ കുടിച്ചത്. നമുക്ക് വേണ്ടി തുറക്കപ്പെട്ട ആ വിലാപ്പുറത്തിൽ നിന്ന് ഒഴുകപ്പെട്ട അശുദ്ധ രക്തത്താൽ നിർമ്മലീകരിക്കപ്പെട്ട വിശുദ്ധന്മാർ അവന്റെ നെഞ്ചോട് ചാഞ്ഞിരുന്ന് ആനന്ദിച്ച് സന്തോഷിച്ച് അവരിൽ ആനന്ദിക്കുകയാണ്. നീ തകർക്കപ്പെട്ടു കുഞ്ഞാടേ, നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് ഗോത്രങ്ങളിൽ നിന്ന്, ഭാഷകളിൽ നിന്ന്, വംശങ്ങളിൽ നിന്നായി ഞങ്ങളെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ഞങ്ങളെ ഭൂമിയിൽ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി വെച്ചിരിക്കുന്നു എന്നവർ ഒരു പുതിയ പാട്ട് പാടുകയാണ്. ദൂതന്മാരൊക്കെ പാടുന്ന പാട്ടുകൾക്ക് വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ വീണ്ടെടുക്കപ്പെട്ടവന്റെ പാട്ടിന് വ്യത്യാസം, വളരെ വ്യത്യാസമുണ്ട്. ദൂതന്മാർ പറയുന്നതും പാടുന്നതും കുഞ്ഞാടെ നീ ബഹുമാനത്തിന്, സ്തോത്രത്തിന്, പുകഴ്ചകൾക്ക്, ആരാധനയ്ക്ക് യോഗ്യൻ 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 എന്നാണ്. എന്നാൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാർ അവന് ചുറ്റും നിന്നുകൊണ്ട് അവർ ഒരുമിച്ച് ചേർന്ന് പറയും, നീ അടിക്കപ്പെട്ടു, നിന്നിൽ നിന്ന് കുത്തി തുറക്കപ്പെട്ട വിലാപ്പുറത്തിൽ നിന്നൊഴുകിയ രക്തത്താൽ എന്റെ പാപത്തിന്റെ കറകൾ മായ്ക്കപ്പെട്ടു, എന്നെ നീതീകരിച്ചു, എനിക്ക് തേജസ്കരണത്തിന് എനിക്ക് അനുവാദം ഒരുക്കി തന്നു, സ്വർഗ കുടുംബത്തിലേക്ക് എന്നെ ദത്തെടുത്തു. ഞാൻ എത്ര ഭാഗ്യവാൻ. 5-ാം അധ്യായം വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം നിങ്ങൾ സമയമുള്ളപ്പോൾ വായിക്കണം. അതിനകത്ത് യോഹന്നാൻ അപ്പോസ്തലൻ കണ്ട കാഴ്ച ഇങ്ങനെയാ. അവരെല്ലാവരും വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരെല്ലാവരും അവന് ചുറ്റും നിന്നുകൊണ്ട് അവർ ഒരുമിച്ച് പറയുക, കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് ഗോത്രങ്ങളിൽ നിന്ന്, ഭാഷകളിൽ നിന്ന്, വംശങ്ങളിൽ നിന്ന് ഞങ്ങളെ നിനക്കായി വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ഇന്ന് രാത്രി വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. ഓരോ ദിവസവും നാം വിശ്വസിച്ചേറ്റ് പറയാമെന്ന വസ്തുത, യേശുവേ നീ എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ തകരപ്പെട്ടതിനാൽ നിന്റെ രക്തം മൂലം എനിക്ക് ലഭിച്ച വിടുതലിനും വിലയ്ക്കുമായി നന്ദി പറയുന്നു എന്ന് കർത്താവിനോട് പറയുവാൻ നാം കടപ്പെട്ടവരാ. അത് നമ്മുടെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ്. കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു എന്ന് നാം പറയുമ്പോൾ അതിലുള്ള സകല അനുഗ്രഹങ്ങളും നമ്മളിലേക്ക് ഒഴുകി വരികയാണ്. ഒന്നാമത്തെ ആദാം മുഖേന നമുക്ക് ലഭിച്ചത് പാപവും മരണവുമെങ്കിൽ ഒടുക്കത്തെ ആദാമാകുന്ന യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിച്ചത് ജീവനിൽ വാഴുക എന്നുള്ളതാണ്. അവനെ വിശ്വസിക്കുന്നോറും എന്നിൽ ജീവൻ സമൃദ്ധിയായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. ഇന്ന് രാത്രി എല്ലാ കണ്ണുകളും നമുക്ക് ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഇന്ന് രാത്രി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നീ എന്റെ മക്കൾ തന്നിരിക്കുന്ന ആ ദൈവകൃപയുണ്ടല്ലോ, എന്റെ മക്കൾ ഏൽപ്പിച്ചിരിക്കുന്ന വിശ്വാസമുണ്ടല്ലോ, വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ചിരിക്കുന്ന അതിവിശുദ്ധമായ വിശ്വാസം. ആ വിശ്വാസത്തിന്റെ പ്രത്യേകത എന്താണ്? ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ എന്റെ ഉപനിധി, ആ ദിവസം വരെ എന്നെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഞാൻ ഉറപ്പിച്ചിരിക്കുന്നു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ ആർക്കും അവതരിപ്പാൻ കഴിയും? ആപത്തോ വാളോ അനർത്ഥമോ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ ഉയർച്ചയോ താഴ്ചയോ മറ്റേ യാതൊരു സൃഷ്ടിക്കും ക്രിസ്തുവിനോടുള്ള ഭേദ്യമായ എന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വർദ്ധിപ്പാൻ കഴിയില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ആരെല്ലാം ഈ കൃപയെ എന്തിനൊക്കെ അനുഭവമാക്കിയാലും ഈ കൃപ എന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാന ഘടകമാകുന്നു. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. എല്ലാ കണ്ണുകളും ദൈവത്തിനെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഇരിക്കുന്ന ഇടുപ്പിടങ്ങളിൽ നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. ഒരു നിമിഷം ഇന്ന് രാത്രി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സർവകൃപാലുവായ കർത്താവ് തന്റെ അനുഗ്രഹം ഇന്ന് രാത്രി നമ്മുടെ മേലെ അവിടുന്ന് പകരട്ടെ. ഒരുപക്ഷെ നിരോധിയായി കിടന്നുകൊണ്ടായിരിക്കാം ഈ ദൈവോധനം കേൾക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കട്ടെ, അവന്റെ രക്തം മുഖേന ലഭിച്ച വിടുതലും സൗഖ്യവും നമ്മുടെ അവകാശമാണ്. തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു, അവന്റെ വചനം കണ്ടെത്തി ഭക്ഷിക്കുന്നതിനാൽ എന്റെ മുഴുദേഹത്തിനും അത് സൗഖ്യമാകുന്നു. ഇന്ന് രാത്രി അവന്റെ വചനം നീ കണ്ടെത്തി ഭക്ഷിച്ചെങ്കിൽ അത് നിന്റെ മുഴുദേഹത്തിനും
മുഴുദേഹം എന്ന് പറയുന്നത് എന്റെ ദേഹി ദേഹം ആത്മാവ് എന്റെ ആവത്വത്തിന് മുഴുവനും സൗഖ്യമാകുന്നു. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുടെ മേൽ ആ ദൈവശക്തിയുടെ വ്യാപാരം ഉണ്ടാകുവാൻ പോവുകയാണ്. കർത്താവേ, ഇന്ന് രാത്രി അങ്ങേ പൂർണ്ണമായി വിശ്വസിപ്പാൻ എനിക്ക് കൃപ തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവന്റെ ക്രൂശമരണത്തിൽ നമുക്ക് വിശ്വസിക്കാം. എന്തിനാണ് അവന്റെ ക്രൂശമരണത്തിൽ വിശ്വസിക്കേണ്ടത്? ഉത്തരം, അവന്റെ രക്തത്താലുള്ള അനുദിനവും അവന്റെ രക്തത്തിലുള്ള അനുഗ്രഹങ്ങൾ, ആ രക്തം മുഖേന എനിക്ക് ലഭിച്ച സകലവിധ നന്മകളും 12 കൂട്ടം നന്മകളാണ് എഫേസ്യ കൊലോസ്യ ലേഖനങ്ങളിൽ അവന്റെ രക്തം മുഖേന വിശുദ്ധന് ലഭിച്ചിട്ടുള്ളത്. ഈ 12 ഗുണങ്ങളും എഫേസ്യ കൊലോസ്യ ലേഖനം വായിക്കുന്ന ഏതൊരുവന്റെ ഉള്ളിൽ തിന്നുന്നതാണ്, അവന് ചൈതന്യം നൽകുന്നതാണ്. ഇന്ന് രാത്രി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, കർത്താവേ, ആ അനുഗ്രഹങ്ങൾ മുഴുവനും ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി എന്നിൽ വ്യാപരിപ്പാൻ ഇടയാകട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സർവാശ്വാസങ്ങളുടെ മനസ്സലിവുകളുടെ ഉടമസ്ഥനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ നല്ല രാത്രിയുടെ നിശബ്ദതയ്ക്കായി ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ തിരുമേനിക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങൾ കേട്ട ദൈവവചനത്തിന് മുൻപാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ദൈവകൃപയെ ദുഷ്കാമ പ്രവൃത്തികൾക്ക് ഹേതുവാക്കി ഏകനായകനും തങ്ങളുടെ രക്ഷകനുമായ കർത്താവിനെ നിന്ദിച്ച് തള്ളിക്കളയുന്ന അപക്വതരായ മനുഷ്യർ, കള്ളപ്രവാചകന്മാർ, ദുരുപദേഷ്ടാക്കന്മാർ ദൈവസഭയുടെ അകത്ത് പ്രഹരിക്കുമ്പോൾ അവർ യാതൊരു തടസ്സവും കൂടാതെ യാത്ര ചെയ്യുമ്പോൾ ഇന്ന് രാത്രി നിന്റെ കൃപയിൽ ആശ്രയിച്ച് നിന്റെ മുഖത്തേക്ക് നോക്കുന്ന ജനത്തിന് വേണ്ടി തിരുമേനിയോട് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപയെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന ജനത്തിന് മേൽ അവിടുത്തെ ആശീർവാദങ്ങൾ പകരണമേ. അവിടുത്തെ കൃപ കൊണ്ടവരെ താങ്ങുമാറാകണമേ. സംഭവിക്കാനുള്ള സകലവിധ അനർത്ഥങ്ങൾ വിടുവിക്കുന്ന ദൈവ കൃപയുടെ വ്യാപാരത്തിനുള്ളിൽ നിന്റെ ജനത്തെ പരിപാലിച്ചു കൊള്ളണമെന്ന് ഞങ്ങൾ തിരുമേനിയോട് പ്രാർത്ഥിക്കുന്നു. പകൽ പഴക്കുന്ന അസ്ത്രമാകട്ടെ, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയാകട്ടെ, ഉച്ചയ്ക്ക് നശിപ്പിക്കപ്പെടുന്ന സംഹാരമാകട്ടെ, ഒന്നും അടുക്കാതെ വണ്ണം നിന്റെ ജനത്തെ നിന്റെ രക്തക്കോട്ടയ്ക്കുള്ളിൽ അവിടുന്ന് പരിപാലിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ എല്ലാവരും സമ്പന്നരായി തീരുവാൻ, ദൈവകൃപയിലുള്ള യേശു ക്രിസ്തുവിന്റെ മഹത്വത്തിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടുവാൻ അവിടുന്ന് ഇടയാക്കണമേ. ഈ രാത്രി ഞങ്ങൾ തിരുമേനിയോട് പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനം കേട്ട് നിന്റെ ജനത്തെ ആശീർവദിക്കുമാറാകണമേ. കൃപ എല്ലാവരോടും കൂടി ഇരിക്കുമാറാകണമേ. പരിശുദ്ധ പിതാവേ, ഈ രാത്രിയുടെ ഭീകരത എത്ര വലിയതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഒന്നും ഞങ്ങൾ അറിയുന്നു, അങ്ങനെ മാറുവിടത്തിൽ ഈ രാത്രി വിശ്രമിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. നിന്റെ വലം കൈ ഞങ്ങളുടെ തലയുടെ കീഴിലും ഇടങ്കയോടെ ഞങ്ങളെ ആശ്ലേഷിപ്പിച്ച് നിന്റെ കൃപയുടെ സമാധാനം ഇന്ന് രാത്രി ഞങ്ങൾ അനുഭവിച്ച് ഞങ്ങളുടെ കിടക്കുകളിലായിരിക്കാൻ അവിടെ ഞങ്ങൾക്ക് ഭാഗ്യം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ അവിടുത്തെ വരവോ ഞങ്ങളുടെ മരണമോ സംഭവിക്കുന്നെങ്കിൽ നിത്യത നഷ്ടപ്പെടാതെ നിത്യതയ്ക്ക് വേണ്ടി ഞങ്ങളുടെ ഉള്ളകളെ കാത്തുകൊള്ളണമെന്ന് രാത്രി ഞങ്ങൾ തിരുമേനിയോട് പ്രാർത്ഥിക്കുന്നു. ഇത് രണ്ടും സംഭവിക്കുന്നില്ല. അടുത്ത പ്രകാശം ഞങ്ങൾക്ക് തരുന്നെങ്കിൽ രാവിലെ നിന്റെ ജീവനിൽ എഴുന്നേൽപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. നിന്റെ ജീവൻ എഴുന്നേറ്റ് അങ്ങനല്ലവല്ലോ അവിടുത്തെ ദൈവമേക്കമണോന്ന് പാടുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് തിരുമേനിയോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആശീർവാദ നിറവുകളോടെ ഈ രാത്രി നിന്റെ ജനത്തെ നിറയ്ക്കണമേ. സംഭവിപ്പാനുള്ള സകല വിജനത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് ജനത്തെ വിടിവിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവയുടെ ദൂതൻ നിന്റെ ജനത്തിന് മുൻപടയും പിൻപടയുമായിരിക്കണമേ. വിളിക്കപ്പെട്ട മേഘത്തിന് കീഴിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഇന്ന് രാത്രി നിന്റെ ജനം അനുഭവിപ്പാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് ഞങ്ങൾ തിരുമേനിയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ചെയ്യുന്ന നിന്റെ വിശ്വസതയ്ക്കായി സ്തോത്രം. അനുഗ്രഹീതമായി പ്രേരണ ഞങ്ങൾക്ക് തന്നതിനാൽ ഞങ്ങൾ തിരുമേനിക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വാത്സല്യ സഹോദരൻ സാജനെയും കുടുംബത്തെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളെ മാനിക്കണമേ. ദൈവകൃപ താങ്ങണമേ. ഇന്ന് രാത്രി പ്രേരണ തങ്ങളുടെ ദാസനായ കുടുംബത്തിനായി സ്തോത്രം. അവിടുത്തെ ആശീർവാദം പകരണമേ. ദൈവവചനം കേട്ട കർത്താവിന്റെ ദാസന്മാർക്കായി ദാസിമാർക്കായി എല്ലാ പ്രിയപ്പെട്ടവർക്കായും സ്തോത്രം ചെയ്യുന്നു. എല്ലാവരുടെ മേലും നിന്റെ കൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അനുഗ്രഹ നിറവുകളോട് രാത്രി വിശ്രമിപ്പാൻ കൃപ തരും. പുത്രനെ ഞങ്ങളിലൂടെ ഉയർത്തും. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നത് അവിടെ നിന്ന് കേൾക്കുമാറാകണമേ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. കർത്താവ് ഈശ്വരമായിട്ട് ഇന്ന് രാത്രികാലം നമ്മളെ അനുഗ്രഹിച്ചുവല്ലോ. ഹാലേലുയ. സ്വർഗീയ ദൂത ദൈവശബ്ദമാണല്ലോ നാം കേട്ടത്. ഹാലേലുയ. നിത്യജീവന്റെ മൊഴികൾ. സ്തോത്രം.
യേശു ക്രിസ്തുവിനെ ഹല്ലേലൂയ നിഷേധിക്കുന്നവർ ദൈവമല്ല എന്ന് ഇന്ന് ലോകത്തിലേറെ പറയുന്നവർക്ക് ശരിയായ ഒരു വാക്യമാണ് തീത്തോസിന്റെ ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ 2-ാം അധ്യായം 12-ാമത്തെ വാക്യം, യേശു ക്രിസ്തു ദൈവം മാത്രമല്ല മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തു എത്രയും വേഗം മഹത്വപൂർണരായി കാത്തിരിക്കുന്ന തന്റെ വിശുദ്ധന്മാർക്കായി മടങ്ങി വരുന്നു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിനെ കുറിച്ച്, മഹാരാജാവിനെ കുറിച്ച് ഇന്ന് രാത്രികാലം അനുഗ്രഹിക്കപ്പെട്ട ദൂതുകളായിരുന്നു കർത്താവിന്റെ അഭിഷക്തനിൽ കൂടെ അഭിഷക്ത ശുശ്രൂഷ ഇന്ന് രാത്രി ചെയ്തുവല്ലോ. അനേക വേദഭാഗങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുപോയി നമ്മെ ചിന്തിപ്പിച്ച് ഓർമ്മപ്പെടുത്തി നല്ല ഉറപ്പും ധൈര്യമുള്ളവരായി നമുക്ക് ജീവിക്കാം. ഹല്ലേലൂയ. നമ്മളെ കർത്താവ് ഐശ്വര്യമായി അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. തിരുവചനം സൂക്ഷിച്ച ഭക്തനെയും ഈ പ്രേരണയിലേക്ക് കടന്നു വന്ന എല്ലാവരെയും പ്രേരണ നടന്ന നമുക്ക് എല്ലാവരെയും തിരുനാമത്തിൽ കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, പരിശുദ്ധാത്മാവാം ദൈവമേ, നന്ദിയോടെ തിരുമേനിക്ക് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന അപ്പച്ച, ഇന്ന് രാത്രി കാലം അനുഗ്രഹിക്കപ്പെട്ട ദൂതുകൾ അവിടുന്ന് നിങ്ങളെ കേൾപ്പിച്ചല്ലോ. ഹല്ലേലൂയ. നല്ല ഉറപ്പും ധൈര്യവും പിന്നെയും തന്നതിനായി നന്ദി കരയേറ്റുന്നു. നിങ്ങളെ ഓർപ്പിച്ചുണർത്തിയ ഓരോ അവിടുത്തെ നിത്യജീവന്റെ മൊഴികൾക്കായി സ്തോത്രം. കാണുന്നതിന് കേൾക്കുന്ന സമയം വരെ ദീർഘായുസ്സാകുന്നെങ്കിൽ അത് മുഴുവൻ തിരുമേനിക്ക് വേണ്ടി ജനിച്ച് പ്രകാശിക്കുവാൻ അതുങ്ങളെ സഹായിക്കണം. ദീർഘായുസാണല്ലോ അതുങ്ങൾക്ക് തന്നിരിക്കുന്നത് കർത്താവെ. വാഗ്ദത്തങ്ങളെല്ലാം നിവർത്തിച്ചിരുന്ന ദൈവമായിരിക്കാൻ നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. രാത്രികാല സുഖവർക്കങ്ങൾ തരണമേ. പ്രഭാതത്തിലെടുത്ത് വിലയേറിയ മുഖശോഭ കണ്ടുണർന്ന് നന്ദി കരയേറ്റുവാൻ, പ്രാർത്ഥിപ്പാൻ, പ്രവർത്തിപ്പാൻ, ലോകത്തിന് വെളിച്ചം കൊടുക്കുവാൻ, അധികം പ്രാർത്ഥിപ്പാൻ എല്ലാം കൃപ അനുഗ്രഹിക്കണം. പ്രാർത്ഥന തിരുമേനി കേട്ടതുകൊണ്ട് സ്തോത്രം സ്തോത്രം സ്തോത്രം. അവിടുത്തെ നാമം ചൊല്ലി എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം സ്തോത്രം സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ ജീവനുള്ള പിതാവേ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച എല്ലാവരും നടന്ന് വിലയേറിയ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സംസർഗവും വചനം കേട്ട എല്ലാവരുടെ മേലും ഭൂലോക സകല വിശുദ്ധന്മാരുടെ മേലും വചനം ശുശ്രൂഷിച്ച ഭക്തന്മാരുടെ സകല ഭക്തന്മാരുടെ മേലും ഇന്ന് പങ്കെടുക്കുന്ന കർത്താവ് രണ്ടാമത്തെ മേഘപ്രത്യക്ഷ കൃപയും സാന്നിധ്യവും എല്ലാവരുടെ മേലിരിക്കുമാറാകട്ടെ. ആമേൻ ആമേൻ ആമേൻ. ഗോഡ് ബ്ലെസ് us all. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. കർത്താവിന്റെ ദാസനുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. പ്രത്യേകം ഇന്ന് രാത്രികാലം അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കേൾക്കുവാൻ തക്കവണ്ണം കർത്തൃദാസൻ പാസ്റ്റർ സാം വർഗീസിനെ കർത്താവ് നമ്മുടെ മധ്യത്തിൽ ഉപയോഗിച്ചുവല്ലോ. ശക്തിയോടുകൂടി ദൈവത്തിന്റെ ദൂത് വിളിച്ചു പറയുവാൻ തക്കവണ്ണം ഈ രാത്രികാലം ദൈവകരങ്ങൾ കർത്താവ് ഉപയോഗിച്ചത് ഓർത്തുകൊണ്ട് നന്ദിയോടെ കർത്താവിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുകയും കർത്താവിന്റെ ദാസനുള്ള നന്ദി പ്രത്യേകം ഓക്ലഹോമ പ്രയർ ലൈൻ പാർട്ട്നേഴ്സിന്റെ പേരിൽ അറിയിക്കുകയും ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ എബ്രഹാമത്തായുള്ള നന്ദി അറിയിക്കുന്നു. മനോഹരമായ ഗാനം പാടിയ സിസ്റ്റർ ബിൻസി ജയനുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ദൈവമായ കർത്താവ് സഹോദരി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ രാത്രികാലം പ്രയർ ലൈനിൽ പങ്കെടുത്ത എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നന്മകൾ കൊണ്ട് നിറയ്ക്കട്ടെ. രാത്രികാലം കർത്താവിന്റെ കരങ്ങളിൽ വിശ്രമിക്കാം. രാവിലെ 5 മണിക്ക് വീണ്ടും എഴുന്നേറ്റ് ദിവസങ്ങളിൽ ഒരുമിച്ച് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് കടന്നു വരുവാൻ ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നാളെ വൈകിട്ട് 9 മണിക്ക് വീണ്ടും ബൈബിൾ സ്റ്റഡി ഉണ്ടായിരിക്കും. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ റോയ് വാഗത്താനം ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമ്മെ പഠിപ്പിക്കുന്നതായിരിക്കും. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി കടന്നു വരുവാൻ, മറ്റുള്ളവരെയും അതിലേക്ക് ഉത്സാഹിപ്പിച്ച് കൂട്ടിക്കൊണ്ടുവരുവാൻ കൊണ്ട് ശ്രമിക്കുമല്ലോ. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. കർത്താവിന്റെ രക്ഷ നാം അനുഭവിച്ചറിഞ്ഞിട്ടും കർത്താവിന്റെ വിടുതൽ നമ്മൾ അറിഞ്ഞിട്ടും ഹല്ലേലൂയ വിശ്വസിക്കാത്തവരായ അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടോ? അങ്ങനെയുള്ളവരെ പിന്നത്തേതിൽ നശിപ്പിക്കുന്നുവെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ കേൾപ്പിച്ചുവല്ലോ. ഇന്ന് രാത്രികാലം ഭയത്തോടും വിറയലോടും കൂടി ദൈവസനയിൽ കർത്താവിനെ സെവിപ്പാൻ തക്കവണ്ണം ഇന്ന് രാത്രികാലം നമുക്ക് ദൈവസനയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. താങ്ക് യു ആൻഡ് ഹാവ് എ ബ്ലെസ്ഡ് നൈറ്റ്. ഞാനാരെ ഭയപ്പെടും എന്റെ വിശ്വാസ ജീവിതത്തിൽ ഭാരങ്ങളേറിടും സ്നേഹിതർ മാറിടും ജീവിത പാതകളിൽ ഭാരങ്ങളേറിടും സ്നേഹിതർ മാറിടും ജീവിത പാതകളിൽ